മുബീസ് പാരഡൈസ് എന്ന ചാനലിലെ മുബി എന്ന സ്ത്രീ വീണ്ടും എയറിലായിരിക്കുകയാണ്. ഇത്തവണ അതിന്റെ കാരണം അവർ തട്ടമിട്ട് ഡാൻസ് കളിച്ച ഒരു പെൺകുട്ടിയെ വളരെ മാന്യമായി ഉപദേശിച്ചു എന്നതാണ്. മാന്യമായി വളരെ പക്വതയോടെ ഉപദേശിച്ച അവരെ എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളടക്കം പലരും വിമർശിക്കുന്നു. അതിന്റെ കാരണം അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. കുറച്ചു കാലം മുമ്പ് വരെ തട്ടമിട്ട് നല്ല മേക്കപ്പ് ചെയ്ത് കാവാലയ്യ പാട്ടിനടക്കം ഡാൻസ് കളിച്ചയാളാണ് ഇന്ന് മറ്റൊരു സ്ത്രീയെ ഉപദേശിക്കുന്നത്. അങ്ങനെ വരുന്ന വിമർശനങ്ങളോട് അവർ പറയുന്നത് പണ്ടത്തെ ഞാനല്ല ഇപ്പോഴുള്ള ഈ ഞാൻ മാറിയ ഞാനാണ് എന്നാണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഒന്ന്, ഇങ്ങനെ മറ്റുള്ളവർക്കെതിരെ മതസദാചാര പോലീസ് കളിക്കുന്ന രീതിയിൽ അവർ മാറിയോ? രണ്ട്, അങ്ങനെ മാറിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഫ്രീ ആയി ഉപദേശം കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് കൂടിയുണ്ട്. അത് എന്തുകൊണ്ട് ഇവരടക്കമുള്ള മുസ്ലിം പണ്ഡിതർക്ക് സ്ത്രീകൾ ജീവിതം ആസ്വദിക്കുമ്പോൾ മാത്രം പെട്ടെന്ന് മത നിയമങ്ങൾ വല്ലാതെ അങ്ങ് ഓർമ്മ വരുന്നു? ഫസ്റ്റ് നമുക്ക് ഈ മൂന്നാമത്തെ പോയിന്റ് നോക്കിക്കളയാം. കുറച്ചു കാലം മുമ്പ് അങ്ങനെ ഒരു കമന്റിന് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. കുറച്ച് മുസ്ലിം സ്ത്രീകൾ അതിലൊരു സ്ത്രീയുടെ കല്യാണത്തോടനുബന്ധിച്ച് കളിച്ച ഡാൻസിനടിയിലാണ് ഈ കമന്റ് വന്നത്. ഇന്നലെ ഒരു മോളുടെ വോയിസ് കേട്ടു. ഉമ്മാക്ക് കിഡ്നി രോഗം കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നും പെരുന്നാൾ ഡ്രസ്സ് പോലും എടുത്തില്ല എന്നും. അങ്ങനെ എത്ര ആളുകളാണ് ജീവിതം കണ്ണീർ കൊണ്ട് കരകയറ്റുന്നത്. ഒരു നാൾ നമുക്കും അങ്ങനെയൊന്നും വരാതിരിക്കും എന്നുറപ്പില്ല, പടച്ചോൻ കാക്കട്ടെ. ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്സ് മുസ്ലിം സ്ത്രീകൾ ജീവിതം ആസ്വദിക്കുന്ന വീഡിയോസിന്റെ അടിയിൽ കാണാൻ കഴിയും. എന്നാൽ ഈ സാഡ് കമന്റ്സ് ഇടുന്ന പുരുഷന്മാരാകട്ടെ അവരുടെ ജീവിതം നന്നായി സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലടക്കം ആസ്വദിക്കുന്നുണ്ട് താനും. ഈ മുബീസ് പാരഡൈസ് അടക്കം മിക്ക ആളുകൾക്കും അതൊരു പ്രശ്നമായി തോന്നിയിട്ടില്ല. അപ്പൊ ഇവിടെ പ്രശ്നം മതം ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതല്ല, മറിച്ച് സ്ത്രീകൾ തങ്ങൾ വരച്ച വരയ്ക്കപ്പുറം കടന്ന് ജീവിതം ആസ്വദിക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അതായത് മതം സർട്ടിഫൈ ചെയ്തിട്ടുള്ള സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിക്കുക. ഒരു സ്ത്രീ ആയിട്ടുള്ള മുബി അടക്കം സന്തോഷപൂർവ്വം ഇങ്ങനെയുള്ള സ്ത്രീ വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ, മുബിയെ പോലുള്ളവർ ഇങ്ങനെ സദാചാര പോലീസ് കളിക്കുന്നതിലെ അടുത്ത പ്രശ്നം ഇവർ ചെയ്യുന്ന തെറ്റ് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ്. അപ്പൊ എന്താണ് ആ തെറ്റ്? ഒരാൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത്സ് ഇട്ട് ഡാൻസ് കളിക്കുക എന്നത് അവരുടെ അവകാശമാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്തിടത്തോളം അത് ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം വേറൊരാൾക്കില്ല. അതിപ്പോ ഹിന്ദു സന്യാസിയുടെ ക്ലോത്ത്സ് ഇട്ട് ഒരാൾ കാവാലയ്ക്ക് ഡാൻസ് കളിച്ചാലും അതങ്ങനെ തന്നെയാണ്. കാരണം ഒരു വസ്ത്രത്തിന് മേൽ മതപരമായ കുത്തകാവകാശവും വിശുദ്ധിയുടെ ഭാരവും അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ ആ വസ്ത്രം ധരിക്കുന്ന വ്യക്തിയുടെ നിലനിൽപ്പും വ്യക്തി സ്വാതന്ത്ര്യവുമാണ് ഇല്ലാതാക്കപ്പെടുന്നത്. പിന്നെ മുബിയെ പോലുള്ളവർ പറയുന്ന വേറൊരു കാര്യം, ഞങ്ങളുടെ മതത്തിലെ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്നാണ്. എന്നാൽ മതചിഹ്നങ്ങളോ സാംസ്കാരിക വസ്ത്രങ്ങളോ ഉപയോഗിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം മതങ്ങൾക്കോ അതിന്റെ സ്വയം പ്രഖ്യാപിത സംരക്ഷകർക്കോ ഇല്ല. വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻഗണന നൽകുന്ന ഒരു ഭരണഘടനാധിഷ്ഠിത സമൂഹത്തിൽ ഒരാളുടെ വസ്ത്രധാരണത്തെ ചൂണ്ടിക്കാട്ടി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ സന്തോഷത്തെയോ വിലക്കാൻ ശ്രമിക്കുന്നത് വസ്ത്രത്തോടുള്ള ബഹുമാനമല്ല, മറിച്ച് മനുഷ്യരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ തീരുമാനങ്ങളെയും പൊതുവിടങ്ങളിലെ പ്രാതിനിധ്യത്തെയും നിയന്ത്രിക്കാനുള്ള യാഥാസ്ഥിതിക ശ്രമമാണ്. ഈ വസ്ത്രം ധരിച്ചാൽ ആ മതനിയമങ്ങൾ മുഴുവൻ അനുസരിച്ച് ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്നത് തികച്ചും വിഡ്ഢിത്തരമാണ്. ഈ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ മുബിയെ പോലുള്ള ആളുകൾക്ക് നല്ല പ്രയാസമാണെന്നറിയാം, പക്ഷേ അത് മനസ്സിലാക്കിയേ പറ്റൂ. ഇനി ആദ്യം പറഞ്ഞ പോയിന്റ്, ഇങ്ങനെ മത പോലീസായി തട്ടമിട്ട് ഡാൻസ് കളിക്കുന്ന സ്ത്രീകളെ വരെ ഉപദേശിക്കുന്ന രീതിയിൽ മുബി മാറിയോ? എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് വന്ന് ഉപദേശിക്കുന്ന ഒരാളും 100% മതം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന്. ഒരാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ മതത്തിലെ എത്രയോ റൂൾസ് അനുസരിക്കാതെ ഓൾറെഡി പ്രവർത്തിച്ചു. സ്ത്രീകൾ അന്യ പുരുഷനെ കാണരുത്, പുരുഷൻ അന്യ സ്ത്രീകളെ കാണരുത്, സംഗീതം കേൾക്കുക, അങ്ങനെ പാടില്ലാത്ത പല കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിനിടയിലാണ് മുബിയെ പോലുള്ളവർ വന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. അപ്പൊ ഒരു പെൺകുട്ടി തട്ടമിട്ട് ഡാൻസ് കളിക്കുമ്പോഴേക്ക് കുരുപൊട്ടുന്ന മുബി, ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുന്ന ഉസ്താദ്, സ്ത്രീകളുടെ വസ്ത്രം കാരണമല്ല പീഡനം നടക്കുന്നത്, കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സ്ത്രീകൾ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നത് കണ്ട് ഫ്രസ്ട്രേഷൻ മൂത്ത് പുരുഷന്മാർ അഗ്രഷൻ കാണിക്കുന്ന തിയറി കാരണമാണെന്ന് പറയുന്ന അക്കാഡമിക് പണ്ഡിതന്മാർ, ഇവരെല്ലാവരുടെയും ടാർഗറ്റ് ഒന്ന് തന്നെയാണ്. അത് മതം പറഞ്ഞ് സ്ത്രീകളെ തളച്ചിടാൻ ശ്രമിക്കലാണ്. പക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് നല്ല എക്സ്പോഷർ കിട്ടിയ സ്ത്രീകളുടെ അടുത്ത് ഈ അടവുകളൊന്നും അധികകാലം ഏൽക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ മുബിയെ പോലുള്ളവർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തായാലും ഒരു ഗുണമുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ മതം തലയ്ക്ക് കയറി ഞങ്ങൾ എത്ര വിഡ്ഢികളായിരിക്കുന്നു എന്ന് അവർ സ്വയം തുറന്നു കാട്ടുന്നത് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് എന്നതാണത്. അപ്പൊ എന്താണ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നവരെയും മതം പറഞ്ഞ് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്നവരെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.